നമസ്കാരം. ആസാമിൽ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പി. പാളയത്തിലേക്ക് ചേക്കേറിയെന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ വിദ്യാർത്ഥി നേതാക്കൾ അടക്കമാണ് ബി.ജെ.പിയിലേക്ക് ചുവടുമാറിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് അസമിൽ ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഗുവാഹത്തിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുൻ കോൺഗ്രസ് മന്ത്രിയായ ബിസ്മിത ഗൊഗോയ്, ആസാം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അങ്കിത ദത്ത, ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ മുൻ അധ്യക്ഷൻ ദീപാങ്ക കുമാർനാഥ്, ഉപാധ്യക്ഷൻ പ്രകാശ് ദാസ്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർ ആണ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവ് ജിബകാന്ത ഗൊഗോയുടെ മരുമകളാണ് ഈ ബിസ്മിത ഗൊഗോയ് എന്ന് പറയുന്നത്. മുൻ കോൺഗ്രസ് മന്ത്രിയായ അഞ്ജൻ ദത്തയുടെ മകളാണ് അങ്കിത ദത്ത. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നാഷണൽ പ്രസിഡന്റ് ശ്രീനിവാസൻ ബിവിക്കെതിരെ പരാതി നൽകി വാർത്തകളിൽ ഇടം പിടിച്ച ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, അതിന്റെ പേരിലാണ് അവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും മറ്റും. അസമിൽ വെച്ച് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ അവർ ശ്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അവരോട് സംസാരിക്കാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും മറ്റും പുറത്തു വന്നിരുന്നു. എന്തായാലും കോൺഗ്രസിലെയും വിദ്യാർത്ഥി യൂണിയനുകളിലെയും നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തിയതിൽ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയും കുറെ അധികം ആളുകൾ ബി.ജെ.പിയിലേക്ക് എത്തും എന്നുകൂടി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ബബേഷ് കാലിത പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി അസമിലൂടെ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി കടന്നുപോയി അതിന് 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നഷ്ടം കോൺഗ്രസിന് അസമിൽ സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ കടന്നു പോകുന്ന ഇടത്തെല്ലാം കോൺഗ്രസ് നിലംപരിശാകുന്നു. നേതൃഗുണമില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആണ് എന്നുകൂടി അസമിന്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ ബി.ജെ.പി. സർക്കാർ 1 രൂപ പോലും അപേക്ഷാ ഫീസ് വാങ്ങാതെ 1 ലക്ഷം ജോലികളാണ് സാധാരണക്കാർക്ക് നൽകിയത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ദീപാങ്ക കുമാർനാഥിന്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അസമിൽ CAA വിരുദ്ധ കലാപങ്ങൾക്ക് മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ദീപാങ്ക കുമാർ. അദ്ദേഹം അടക്കമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചുവടുമാറിയിരിക്കുന്നത്. എന്തായാലും അസമിൽ കോൺഗ്രസിന് കാലിടറിയിട്ട് കാലങ്ങളേറെയായി എന്ന് നമുക്കറിയാം. ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ അതിസമർത്ഥനായ ഒരു നേതാവിനെ നിലനിർത്താൻ കഴിയാതെ പോയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. NSUവിലൂടെ ഉയർന്നു വന്ന ഹിമന്ത ഇപ്പോഴും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ നോർത്ത് ഈസ്റ്റിലെ ട്രബിൾ ഷൂട്ടർ ആവേണ്ടിയിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പടി ഇറങ്ങിപ്പോയപ്പോൾ പഠിക്കാത്ത കോൺഗ്രസ് ഇതുകൊണ്ടും പഠിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്തായാലും വലിയൊരു തിരിച്ചടി രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ അസമിൽ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.